ഈ മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിക്കും. അവിടെ ഇവിടെ വയ്ക്കട്ടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയിരുന്നു. കണ്ടറിഞ്ഞൂടോ മാർക്കറ്റിൽ പോയാണെന്ന്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കാലോ. ആ കുറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന്. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താൽ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്? വാതിൽ തുറക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേർത്തി വല വീഴണമെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേർത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേർത്തി വീട്ടിൽ കൊണ്ടു കൊടുക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ അതിലൊന്നും ആ തള്ള വീടുമെന്ന് തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ചട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടിയാ നിനക്ക് വെച്ചിരും. ഇതെടുത്ത് അതുകൊണ്ടോക്കി നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എവിടെങ്കിലും പോകുന്ന മായ്ക്ക് തോന്നുന്നുണ്ടോ? വരില്ലേ? നീ പോടാ. ഇതൊക്കെ തകുത്ത് വെച്ചോട്ടാ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ വാതിലടച്ചേരെ കള്ളന്മാരുണ്ടാവും. ചേട്ടത്തി, അയ്യോ പ്രേതം! ചേട്ടത്തി, ഇത് ഞങ്ങളാ. ഞാൻ കണ്ടു മക്കളെ. എന്ത് കണ്ടു? കണ്ട ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരു പ്രേതം എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ. പ്രേതോ? ആ ഏയ്, ചേട്ടത്തിക്ക് തോന്നിയേരി. ഇല്ല മക്കളെ, ഇത് അവളാ. എവള്? ആ ലിസി. ഏത് ലിസി? ആ തൂങ്ങിച്ചത്ത ലിസി. ഓഹോ, അപ്പൊ അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ടല്ലേ? ഉണ്ട് മക്കളെ ഉണ്ട്. മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ആരും തൂങ്ങിച്ചത്തിട്ടില്ലെന്ന്. അത് എനിക്കൊരു ഓർമ്മപ്പേശ പറ്റിയതാ മക്കളെ. ഓർമ്മ നിങ്ങൾ ഇനി എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാ മതി. എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇവിടെ. ഞാനില്ലേ മക്കളെ നിങ്ങൾക്ക്? അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ചേട്ടത്തി എന്തായി പറയുന്നത്? ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചോളാം. അയ്യോ വേണ്ട. ഞങ്ങൾ ആണുങ്ങളല്ലേ ചേട്ടത്തി? ആണുങ്ങളെ ചോര ഒഴിച്ചു കുടിക്കാനല്ല അവറ്റകളോട് വരുന്നത്. ഏയ് വേണ്ട മക്കളെ. ഇതെന്താ മക്കളെ? ഇതൊക്കെ ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് വാങ്ങിച്ചുണ്ടെന്നാ. ആരെന്നെ നിന്റെ അമ്മൂമ്മ? വാങ്ങിച്ചുണ്ടെന്നാ. അതൊരെണ്ണം കൊടുക്ക. പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു മക്കളെ. തിന്നാൻ വേണ്ട. തിന്നാനെ പറഞ്ഞ എനിക്ക് വേണ്ട. ഞാൻ പ്രായം നോക്കിയിട്ടാ മോന്തയ്ക്ക് ഒരു വീക്കാൻ വെക്കാൻ. അടിച്ചു നിന്റെ കൊന്നി ഞാൻ തീർപ്പീട. ഞങ്ങൾ പോവും. ഞാൻ പതെടുത്തരാട്ടാ. നിങ്ങൾ കളഞ്ഞിട്ട് ഞാനിത് കഴിക്കും. വേണ്ട. ഓക്കെ, പോകില്ല. എനിക്ക് കൊടുക്കണം. നീ എന്താ എടുത്ത് കഴിക്കും. അവിടെ കറക്റ്റാണ്. എന്താടാ അവളെ കാണുന്നില്ലല്ലോ. നമ്മൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്ത് ശരിയായില്ലെന്ന്? ഒരു രാത്രി മുഴുവൻ മായനെ തനിച്ചാക്കില്ലേ? നമ്മൾ മലപ്പുറമല്ലല്ലോ. ആ തള്ള വിടാഞ്ഞിട്ടല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? എവിടെ പോയി അന്വേഷിക്കാൻ? ഇവിടെ കയറി വന്നത് എങ്ങനെയാ? അതേപോലെ തിരിച്ചിറങ്ങി പോയിട്ടുണ്ടാവും. ആരാ എന്താണെന്നൊന്നും അറിഞ്ഞോളെങ്കിലും ആ കുട്ടി വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരു ഏർച്ചുണ്ടാൻ തുടങ്ങി. എടാ അവളിതേ പോയിട്ടില്ല. നിന്റെ ഷർട്ട് ഇട്ട് വന്നേക്കണ്. നല്ല ആളുകളാ. ഒരു പെണ്ണ് വീട്ടിൽ തനിച്ചാണെന്ന് വിചാരം പോലും ഇല്ലാതെ. സോറി കേട്ടോ. എന്താ പറ്റിയെന്നറിയോ? ഇന്നലെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയില്ലേ? ഒരു വിധത്തിൽ അവരവിടെ ഞങ്ങളെ വിടില്ല. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് അവരുടെ വിചാരം. എന്തായാലും ഇനി അവരെ നമ്മൾ പേടിക്കണ്ട. ഈ വഴിക്ക് അവർ വരില്ല, ഉറപ്പാ. ആള് വിചാരിക്കുന്ന പോലെ അല്ലാട്ടോ. ഇന്നലെ പാട്ടും കൂത്തും തകർത്തല്ലോ. അത് ശരിയാ. കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് പാട്ടും ഡാൻസും വലിയ ഇഷ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇവിടെ വെച്ച് പാട്ടും ഡാൻസും സ്ഥിരമായി ആസ്വദിക്കാലോ. ഞാൻ ചായ കൊണ്ടുവരാം. ഓക്കെ. ആസ്വാദക നീ വന്നേ. കോളേജിൽ പഠിക്കുമ്പോ ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? ഏത് കോളേജിലാ പഠിച്ചത്? അതൊക്കെ എന്റെ നമ്പറല്ലടാ. നമ്പർ ഇപ്പൊ ഇടണ്ട. ദാവൂദിന്റെ ആൾക്കാര് ബോംബെന്ന് സ്ഥലം വാങ്ങാൻ എത്തിയിട്ടുണ്ട്.
രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തണമെന്ന് പുരുഷോത്തമുള്ള പറഞ്ഞ ഓർമ്മയുണ്ട? ഞാൻ റെഡിയാടാ. ഇത് ബോംബെയിൽ നിന്ന് വന്ന ദാവൂദിന്റെ ബിനാമികളാണ്. ആപ്കാ നാം ആ, ഇത് മിസ്റ്റർ റാവുത്തർ, സലാം ഇത് ഭായ്, മിസ്റ്റർ സലാം. റിച്ച്. നമസ്കാരം. കോൾ അടിച്ചില്ലേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇത്രയും ലാഭത്തിനൊരു വസ്തു എവിടെ കിട്ടാനാ? ക്യാ ബോൽത്താ? ആ, കോൾ അടിച്ചില്ലേന്ന് കണ്ണായ സ്ഥലത്തെ കോൾ. ഇവന്മാരെന്താ പൊട്ടന്മാരാ? ക്യാ ബോൽത്താ? കുച്ച് നഹി, ഓ, അപ്പൊ മലയാളം അറിയില്ലല്ലേ? രക്ഷപ്പെട്ടു. പൊണ്ണന്മാര് കാശ് കൊണ്ട് കളയാൻ വന്നിരിക്കുക. സെന്റ് 1 10,000 വാങ്ങിയ ഭൂമി യവന്മാർ 50,000 വാങ്ങാൻ പോവുക. നമ്മുടെ പാർട്ടി എത്തിയല്ലോ. എന്താ അത്ര വൈകിയത്? ആ, ഇത് അനന്തൻ, ഹലോ ഹലോ ഇത് ഹലോ. ശുക്രിയ. ആ, അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് എടുക്കൂ. യെസ്. पढ़ो ना। हाँ, आप भी देखो ना। ठीक है ठीक है. अच्छा, ഇതൊരു പാർട്ടി സമ്മേളനമല്ല. അപ്പോ പണം വാങ്ങിക്കോളൂ. ഓക്കെ. ചെക്ക് ദി എമൗണ്ട്. കംപ്ലീറ്റ് 500 കെട്ടാ. വെള്ളം. ബാക്കി എടുക്കണ്ട, ഇരുന്നോട്ടെ. നീ വന്ന്, നീ വാ. ഞാൻ കൊടുക്കടാ. വേണ്ട, ഞാൻ കൊടുത്തോളാം. ആര് കൊടുത്താലും ഒരുപോലെ അല്ലേ? ഏയ് ഒരുപോലെയല്ല, രണ്ടുപോലെയാ. തുറക്ക്. എന്തേതൊക്കെ? ഇതെല്ലാം ഞാൻ മായക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാ. അല്ലെങ്കിൽ ഇതും കൂടെ നീ തന്നെ കൊടുത്തോ. ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞല്ലേ? സാരമില്ല, ഓ. ഇപ്പൊ അതൊരു ശീലമായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? മായ ഇതെല്ലാം പോയി ഒന്ന് അണിഞ്ഞു വരൂ. ഞാനൊന്ന് കാണട്ടെ. ശരി. ആ. നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവൾ ഇട്ടുകൊണ്ട് വരും. ഓ, നോക്കിക്കോ. ഹായ്, വണ്ടർഫുൾ. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായക്ക് ഇഷ്ടാവുന്നു. ജസ്റ്റ് മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് മായക്ക് അത്ര ചേരില്ല. ഇവന്റെ സെലക്ഷൻ അല്ലേ? ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഇത് സെലക്ട് ചെയ്ത് ഞാനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആര് സെലക്ട് ചെയ്താൽ എന്താ? മായക്ക് ഇഷ്ടമായില്ലേ? ആ, ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്. വരൂ. ആ? ആ. പാടാ.